അടുത്തൊരു സാധനമാണ് ലീസ്റ്റ് കൗണ്ട്. കേട്ടിട്ടുണ്ടോ? ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് വെച്ച് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്? 0.1 സെൻറ്റിമീറ്റർ അല്ലേ? ആ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാ? 0.1 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ സ്കെയിൽ വെച്ച് 0.1 സെൻറ്റിമീറ്ററിലും ചെറിയൊരു വാല്യൂ അളക്കാൻ കഴിയില്ല. ഇനി വേറെ ഡിവൈസ് ഉണ്ട്, വെർനിയർ കാലിപ്പർ. നോക്കൂ, വെർനിയർ കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ ലാബിൽ ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 സെൻറ്റിമീറ്റർ ആണ്. 0.01 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നോക്കൂ, ഇത്തിരി കൂടെ ചെറിയ വാല്യൂ വരെ അളക്കാം അല്ലേ? ഇനി വേറെ ഡിവൈസ് ഉണ്ട്, സ്ക്രൂ ഗേജ്. അത് വെച്ചിട്ട് 0.001 സെൻറ്റിമീറ്റർ വരെ അളക്കാം. ഓക്കെ, അപ്പോൾ ഇത് തീരെ ചെറിയ വാല്യൂ ഇല്ല, ഇത്രയും ചെറിയ വാല്യൂ വരെ ഏത് വെച്ച് അളക്കാം? സ്ക്രൂ ഗേജ്. ഇനി വേറൊരു സാധനമുണ്ട്, സ്ഫെറോമീറ്റർ. ഓക്കെ, സ്ഫെറോമീറ്റർ ആയാലും അതിൻ്റെയും വാല്യൂ ഇത് തന്നെ. അപ്പോൾ ഈ ഡിവൈസുകളൊക്കെ നോക്കിക്കൊള്ളുക, ലീസ്റ്റ് കൗണ്ട് വാല്യൂസ് നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ ഡിവൈസ്? ദ സ്മോളസ്റ്റ് വാല്യൂ which can be measured using a device is known as least count. What is least count? The smallest value which can be measured using a device is called its least count. What is the least count of ordinary meter scale? 0.1 centimeter. Vernier calipers 0.01 centimeter. Screw gauge 0.001 centimeter. Spherometer 0.001 centimeter. ഇനി ഇത് നമുക്ക് മില്ലിമീറ്ററിലോട്ട് വേണമെങ്കിൽ മാറ്റി എഴുതാം. സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യും? 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്രയായി? 0.01 മില്ലിമീറ്റർ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ചെറിയ വാല്യൂ ഇതിനകത്ത് ഇതല്ലേ? സോ ഇവിടെ ഞാനിപ്പോൾ ഈ 3 ഡിവൈസ് തരുന്നു, ആദ്യത്തെ 3. ഇതിനകത്ത് ഏറ്റവും ആക്യുറേറ്റ് ഡിവൈസ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ സാധനമാണ്. ഈ 3 എണ്ണമേ ഞാൻ തന്നുള്ളൂ. ഈ ലാസ്റ്റ് വണ്ണാണ് ഏറ്റവും ആക്യുറേറ്റ്. കാരണം ഇത്രയും കുഞ്ഞളവ് വരെ അത് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. So that's all about which section? Least count. So just ഓർത്ത് വയ്ക്കുക, നമുക്ക് അറിയേണ്ട സാധനമാണ്. What do you mean by least count? The smallest value which can be measured using a device is called least count. The least count of ordinary meter scale is 0.1 centimeter. Vernier calipers is 0.01 centimeter. Screw gauge is 0.001 centimeter or 0.01 centimeter. Now, see, I am giving you these three devices. So, which is most accurate? Screw gauge is most accurate because its least count is minimum. Then, spirometer is another device. Its least count is also 0.01 centimeter. അപ്പോൾ ഒരുപാട് ഡിവൈസുകൾ നമ്മൾ ലാബിൽ പരിചയപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസുകളാണ് ഇതെല്ലാം. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് നമ്മളൊരു പുതിയ മെത്തേഡ് പഠിക്കുകയാണ്, പാരലാക്സ് മെത്തേഡ്. എന്താണ് പേര്? പാരലാക്സ് മെത്തേഡ്. ആ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പോവാണ്. സേ, ഒരു ഫാർ അവേ പ്ലാനറ്റ് ഉണ്ട് കേട്ടോ. ആ ഫാർ അവേ പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ. ഓക്കെ, നേരെ നോക്കിയിരിക്കണം. നമ്മുടെ ഒരു പ്ലാനറ്റാണ് അത്. അങ്ങ് ദൂരെ മലേഷ്യയിൽ ഒരു പ്ലാനറ്റിനെ കണ്ടോ? ആ പ്ലാനറ്റിനെ നമ്മുടെ ശ്രീകുട്ടൻ എർത്തിൽ നിന്ന് നോക്കുകയാണ്. അപ്പൊ എർത്തിലെ 2 പോയിന്റുകളിൽ നിന്ന് ശ്രീകുട്ടൻ നോക്കുന്നു. അപ്പൊ എർത്തിലെ ഏതാണ്ട് ഈ പോയിന്റിന്റെ പേരാണ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ശ്രീകുട്ടൻ നോക്കുകയാണ് പ്ലാനറ്റിനെ. അപ്പൊ ഇതാണ് ആദ്യത്തെ റേ ഓഫ് വിഷൻ. കുഴപ്പമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ശ്രീകുട്ടൻ കുറെ ദൂരം എർത്തിൽ കൂടെ നടന്ന് ബി എന്ന് പറയുന്ന ഒരു പുതിയ പൊസിഷനിലേക്ക് എത്തി, ബിയിലേക്ക് എത്തി. അവിടെ നിന്നിട്ടും ശ്രീകുട്ടൻ ആരെ നോക്കുന്നു? പ്ലാനറ്റിനെ നോക്കുന്നു. അപ്പൊ അവന്റെ അടുത്ത റേ ഓഫ് വിഷൻ ആണിത്. ഓക്കെ, അവൻ ഇവിടെ എർത്തിൽ ഇത്രയും ദൂരം നടന്നില്ലേ? ഈ ദൂരത്തിനെ ബി എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ബി എന്ന് ഞാൻ വിളിക്കും. ഇഷ്ടമുള്ള ഒരു ലെറ്റർ കൊടുക്കുക. ഇനി നമ്മുടെ എ എന്ന് പറയുന്ന എർത്തിലെ പോയിന്റ് ആണ്, ബി എന്ന് പറയുന്നതും എർത്തിലെ പോയിന്റ് ആണ്. അപ്പൊ എർത്ത് തൊട്ട് ഈ പ്ലാനറ്റ് വരെയുള്ള ഇത് പ്ലാനറ്റ് ആണ്. അപ്പൊ എർത്ത് തൊട്ട് പ്ലാനറ്റ് വരെയുള്ള ഈ ദൂരം അല്ലെങ്കിൽ ഈ ദൂരം ഇപ്പോൾ എഒയും ബിഒയും ഈക്വൽ ആണ്. എഒയും ബിഒയും ഈക്വൽ. ഓക്കെ,
ഈ ദൂരത്തിനെ ഞാൻ ഡി എന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇവിടുത്തെ രണ്ട് വ്യൂ ഡയറക്ഷൻസിനിടയ്ക്കുള്ള ഈ ആംഗിൾ തീറ്റയാണെന്നിരിക്കട്ടെ. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ പോലെ ഒരു സാധനം കിട്ടി. ഇതൊരു സെക്ടർ ഷേപ്പിലായിരിക്കും. നിങ്ങൾ സെക്ടർ എന്ന് കേട്ടിട്ടുണ്ടോ? സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സർക്കിൾ വരയ്ക്കുന്നു, കണ്ടില്ലേ? ഇപ്പോൾ അതാണ്ട് ഇവിടെ ഇതെൻ്റെ സെൻറ്റർ ആണ്. ഇപ്പോൾ അതാണ്ട് ഈ വരച്ചിരിക്കുന്ന സാധനത്തിനെ എന്തെന്ന് പറയാം? സെക്ടർ എന്ന് പറയാം. ഇവിടുത്തെ ഈ ആംഗിൾ തീറ്റ എന്ന് വെച്ചോളൂ. ഇത് ആറാണ്. അപ്പോൾ ഈ ദൂരം, നിങ്ങൾ ഇഷ്ടമുള്ള ഈ ദൂരം ഒരു പേര് പറ, എക്സ് എന്ന് പറഞ്ഞോളൂ. അപ്പോൾ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര? തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ആർക്ക് എത്രയാ? എക്സ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റേഡിയസ് എത്ര? ആർ. അപ്പോൾ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഇക്വേഷൻ ഫെമിലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കിട്ടിയ ഈ ട്രയാങ്കിൾ പോലത്തെ സാധനത്തിന്, ഈ ട്രയാങ്കിളിനെ ഒരു സെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അവിടെ ഉപയോഗിക്കാം. ആംഗിൾ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ആർക്കായിട്ടിരിക്കുന്നത് ബി അല്ലേ, ഡിവൈഡഡ് ബൈ റേഡിയസ് ആയിട്ടിരിക്കുന്നത് ക്യാപിറ്റൽ ഡി അല്ലേ. അതിൽ നിന്ന് ക്യാപിറ്റൽ ഡി എങ്ങനെ കണ്ടുപിടിക്കും? ഡി ഈക്വൽ ടു പറയൂ, ഇതെടുത്ത് ഇവിടെ വയ്ക്കുക, അതെടുത്ത് ഇവിടെ വയ്ക്കുക. ഡി ഈക്വൽ ടു ബി ബൈ തീറ്റ എന്നാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ആരുടെ ഡിസ്റ്റൻസ് ആണ്? പ്ലാനറ്റിലേക്ക് എർത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് പാരലാക്സ് മെത്തേഡ്. എന്താ പറയുക? പാരലാക്സ് മെത്തേഡ്. ഇപ്പൊ ആരും ചോദിക്കാനൊന്നും പോടില്ല, നിങ്ങളത് ജസ്റ്റ് ഒന്ന് അറിയുക. സോ ഈ പാരലാക്സ്, എക്സ്പ്ലെയിൻ ദ പാരലാക്സ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിസ്റ്റൻസ് ടു എ പ്ലാനറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ്? സി ഒബ്സർവ് ദ പ്ലാനറ്റ് ഫ്രം 2 points A and B on Earth. The distance between the two positions is B. The average distance between A and O will be equal to B and O. So it is a distance to the planet D. Then we get a triangle OAB. This can be considered as a sector. We use the formula angle is equal to arc by radius. Using that, angle theta is equal to arc AB. It is B divided by radius is D. So on interchanging D and theta, so you can get the value of D. What is D? B by theta. This method is called parallax method. Simple alle? ചോദിക്കില്ല. നോക്കൂ. So explain the parallax method to calculate the distance to a planet. So listen properly. Say the answer. Observe the planet from 2 positions A and B on Earth. The distance between A and B is taken as B. The angle between the two view directions is theta. The average distance between Earth and planet can be taken as D. Then we get a triangle OAB. Then this can be considered as a sector. Then using the formula angle is equal to arc by radius, one can write angle theta is equal to B by D. Then on interchanging D and theta, you can calculate D equal to B by theta. Thus, distance to the planet is calculated. So, this method is known as parallax method. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി നമ്മൾ അടുത്തത് ഇതേ മെത്തേഡ് വെച്ചിട്ട് വേറൊരു സംഭവം കണ്ടുപിടിക്കാൻ പോവാണ്. ഒരു പ്ലാനറ്റിന്റെ അല്ലെങ്കിൽ മൂണിന്റെ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഒരു പ്രയാസമുള്ള സംഗതിയല്ല. ഇപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് size or angular diameter of distant planets. See, diameter of distant planet. കണ്ടുപിടിക്കാം. നിങ്ങൾ തന്നെ പറയും. See, this is a distant planet. Okay. ഇനി എർത്തിലെ ഈ പോയിന്റിൽ നിന്നാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. Okay. Shall I observe? See, this is a diameter. Am I right? So this is a diameter. So diameter, you give a letter. It is a D. Then this end is called A. That end is called B. Shall I observe? First observe this end A. See, I am observing the end A. This is the first view direction. Then from here, observe this end B. So 2 view directions are drawn. Am I right? The angle between the 2 view directions is taken as theta. The average distance between planet and Earth is called D. Okay. Then using the formula angle is equal to arc by radius, one can write angle is equal to arc by radius D. So then I want small d equal to theta D.
So small d equal to theta d. അപ്പോൾ എന്താണ് diameter of the planet is equal to theta d. So നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡിസ്റ്റന്റ് പ്ലാനറ്റിന്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചു. മെത്തേഡ് ഈസ് കോൾഡ് എന്ത് മെത്തേഡ്? പാരലാക്സ് മെത്തേഡ്. വല്ല കാര്യമുണ്ടോ? സി അപ്പോൾ എന്താണ്? This is your distant planet. This is a diameter. The ends are A and B. So this is O point on Earth. Then from this point you observe two diametrically opposite points A and B. Then the angle between the two view directions is theta. The average distance between Earth and planet is taken as capital D. The diameter of planet is taken as small d. Then if we get a triangle OAB, it can be considered as a sector. Angle is equal to arc by radius. Angle theta is equal to arc by radius. So on cross multiplication you can get a small d equal to theta d. Thus a diameter of the distant planet is calculated. This method is called parallax method. So once again I will explain. You are going to calculate the diameter of what? Distant planet. Observe two diametrically opposite points. Observe two diametrically opposite points of planet from the same point on Earth. The angle between the two view directions is taken as theta. Then the average distance between Earth and planet can be taken as capital D. Then diameter of planet is taken as small d. Then we get a triangle OAB. It can be considered as a sector. Using the formula angle is equal to arc by radius, one can write angle is equal to arc by radius. So cross multiplication, so you get small d equal to theta d. Thus a diameter of planet is calculated. Okay, this method is known as parallax method. എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയുക എന്നുള്ള പർപ്പസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നോക്കൂ, നിങ്ങളുടെ ഓർഡിനറി ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്ന ലൈറ്റ്, വിസിബിൾ ലൈറ്റ്. നമ്മുടെ റൂമിൽ ഉള്ളത് എന്ത് ലൈറ്റാണ്? വിസിബിൾ ലൈറ്റ് ആണ്. ഇൻവിസിബിൾ ലൈറ്റ് ഉണ്ടോ? ഇപ്പൊ വിസിബിൾ ലൈറ്റ് എന്ന് ഞാൻ പറയണമെങ്കിൽ ഇൻവിസിബിൾ ലൈറ്റ് ഉണ്ടായിരിക്കണമല്ലോ. ഇപ്പൊ ലൈറ്റിനകത്ത് പല കളേഴ്സ് ഉണ്ട്, 7 കളറുണ്ട്. ഏതൊക്കെയാ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത്രയാണ് വിസിബിൾ ലൈറ്റിലുള്ളത് അല്ലേ? ഇപ്പൊ വിസിബിൾ ലൈറ്റിനകത്ത് 7 കളേഴ്സ് ഉണ്ട്. ഇനി ഈ വയലറ്റ് ആണ് ഇതിനകത്ത് വേവ് ലെങ്ത് ഏറ്റവും കുറവ്. സോ വേവ് ലെങ്ത് മിനിമം ഫോർ violet. Wavelength maximum for red. പുറത്തു വെച്ചോണം. ഓക്കെ, ഇനി വയലറ്റിനേക്കാളും വേവ് ലെങ്ത് കുറഞ്ഞ ഒരു സാധനം ഈ ലൈറ്റിലുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് അൾട്രാ വയലറ്റ്. എന്താ പറയുക? അൾട്രാ വയലറ്റ്. ഇനി റെഡിനേക്കാളും വേവ് ലെങ്ത് കൂടിയ ഒരു സാധനമുണ്ട്, അതിന്റെ പേരാണ് ഇൻഫ്രാറെഡ്. ഇത് രണ്ടിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ലൈറ്റിനകത്ത് എന്തൊക്കെയുണ്ട്? 7 കളറുണ്ട്. ആ 7 കളറിനെ നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ 2 ഇൻവിസിബിൾ കമ്പോണൻസും ഉണ്ട്. ഏതൊക്കെയാണ്? അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡും. Visible light consists of how many colors? 7 colors. Violet, indigo, blue, green, yellow, orange, red. All these 7 colors we can see. Then the minimum wavelength is for violet, maximum wavelength is for red. Then before violet there will be ultraviolet, after red there will be infrared. This ultraviolet and infrared are invisible. Ultraviolet and infrared are present in ordinary light, but these are invisible. Okay, then the wavelength of ultraviolet is least. Then wavelength of infrared is maximum. Keep in mind. See, ordinary light consists of how many colors? 7 colors. What are the colors? Violet, indigo, blue, green, yellow, orange, red. You know. See, all these 7 colors you can see. Then do you think is there any invisible component in light? So ordinary light consists of 2 invisible components. What are they? Ultraviolet and infrared. So you cannot see ultraviolet and infrared with your eyes. See, ultraviolet ultraviolet comes before violet. Infrared comes after red. Then the minimum wavelength is for violet. Maximum wavelength is for red. Then ultraviolet, the wavelength of ultraviolet is less than violet. Then the wavelength of infrared is greater than red. Okay, you keep this in mind. Then നോക്കൂ, ഓർഡിനറി ലൈറ്റിന്റെ, വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 4000 ആങ്സ്ട്രം ടു
7,000 angstrom. Keep in mind. So what is the wavelength of ordinary light? Wavelength of ordinary light is between 4,000 angstrom and 7,000 angstrom. അപ്പോഴേ നമ്മുടെ ഓർഡിനറി മൈക്രോസ്കോപ്പിൽ ഒബ്സർവേഷൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഓർഡിനറി മൈക്രോസ്കോപ്പിൽ ഒബ്സർവേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓർഡിനറി ലൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഈ റേഞ്ചിലായിരിക്കും. ഇതിനേക്കാളും കുറഞ്ഞ ഒരു വാല്യൂയിലുള്ള ഒരു മെഷർമെന്റ് ആ ഡിവൈസിന് തരാൻ കഴിയില്ല. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. സോ ഓർഡിനറി ലൈറ്റിന്റെ വേവ് ലെങ്ത് എത്രയാണ്? 4,000 ആങ്സ്ട്രം ടു 7,000 ആങ്സ്ട്രം. അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അപ്പോൾ ഓർഡിനറി ലൈറ്റ് ആണ് നമ്മൾ ഒബ്സർവേഷന് വേണ്ടി ഓർഡിനറി മൈക്രോസ്കോപ്പുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓർഡിനറി മൈക്രോസ്കോപ്പുകളിൽ ഉപയോഗിക്കുന്ന വിസിബിൾ ലൈറ്റ് ആണ് ഒബ്സർവേഷന് വേണ്ടി. അപ്പോൾ ആ മൈക്രോസ്കോപ്പിന് വെച്ചിട്ട് മെഷർമെന്റ് എടുക്കുമ്പോൾ ആ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലേ കാണുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഈ 4,000 ആങ്സ്ട്രം ടു 7,000 ആങ്സ്ട്രം ഈ റേഞ്ചിനേക്കാളും ചെറിയ ഒരു മെഷർമെന്റ് അതിന് തരാൻ കഴിയില്ല. ബിക്കോസ് അതിനകത്ത് ഉപയോഗിക്കുന്ന എന്താണ്? വിസിബിൾ ലൈറ്റ് ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇൻ ഓർഡിനറി മൈക്രോസ്കോപ്പ് ഫോർ ഒബ്സർവേഷൻ വി യൂസ് ഓർഡിനറി ലൈറ്റ്. The wavelength of ordinary light is between 4,000 angstrom and 7,000 angstrom. So its least count value will be in this range. It cannot give a value less than this. It cannot measure a value less than this range. Okay. So that's all about ordinary microscope. In ordinary microscope for observation we use ordinary light. Then wavelength of ordinary light is between 4,000 angstrom and 7,000 angstrom. As we use ordinary light in ordinary microscope, so microscope cannot be used to measure a value less than this. So its least count will be in this range, 4,000 to 7,000 angstrom. Okay, is it clear? Next, electron microscope. Have you heard of electron microscope? So electron microscope. So electron microscope is used to measure a value less than this. Okay, its least count is about 0.6 angstrom. So it is electron microscope. Its resolution is 0.6 angstrom, means it can give you a value up to 0.6 angstrom. So it is more accurate than ordinary microscope. See, ordinary microscope can give you a value between 4,000 angstrom and 7,000 angstrom, but this can give a value up to 0.6 angstrom. So this is more accurate. Then still tunneling microscope is there. What is it? Tunneling microscope. So tunneling microscope can give a value less than this. So ordinary microscope, electron microscope, tunneling microscope, which is most accurate? Tunneling microscope is accurate. So idella onnu manasil vechirunna madi. So listen, ordinary light consists of how many colors? 7 colors. What are the colors? Violet, indigo, blue, green, yellow, orange, red. Can you see these colors? Definitely yes. Then which color has minimum wavelength? Violet. Which has maximum wavelength? Red. Then do you think any invisible components present in ordinary light? Yes. So which are the invisible components of light? Ultraviolet and infrared. Then ultraviolet comes before violet. Infrared comes after red. Then wavelength of ultraviolet is less than violet. Wavelength of infrared is greater than red. Then what is the wavelength of ordinary light? Between 4,000 angstrom and 7,000 angstrom. Then in ordinary microscope for observation we use ordinary light. So its least count will be in this range, 4,000 angstrom to 7,000 angstrom. So it cannot give you a value less than this. Then electron microscope can give you a smaller value. So its least count is up to 0.6 angstrom. Then what about the tunneling microscope? It can give you a still smaller value. So among these microscopes, which is most accurate? Tunneling microscope will be most accurate. Is it clear? Next a nice question. We are going to calculate the molecular size of oleic acid. See, have you heard of oleic acid? So I think some of you have done this experiment in lower classes. ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ലാബിൽ ഉണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റി കൂടെയാണ്. അപ്പം ഞാനൊന്ന് പറയാം. See, molecular size of oleic acid.
molecular size of oleic acid. Determination. Okay. Then listen properly. Oleic acid എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ഒലീക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു സോപ്പി ലിക്വിഡ് ആണ്. ഒരു ഒലീക് ആസിഡ് എന്ന് പറയുന്നത് ഒരു സോപ്പി ലിക്വിഡ് ആണ്. ദെൻ അതിന്റെ മോളിക്കുലാർ സൈസ് about 10⁻⁻⁹ മീറ്റർ ആണ്, ഓർ 1 നാനോമീറ്റർ ആണ്. അപ്പോൾ 1 നാനോമീറ്റർ സൈസിലുള്ള മോളിക്യൂളാണ് ഒലീക് ആസിഡ് മോളിക്യൂൾ. ആ മോളിക്യൂളിന്റെ മോളിക്കുലാർ സൈസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. നല്ലൊരു ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിച്ചിരിക്കണം, കളിച്ചോണ്ടിരിക്കരുത്. ഒലീക് ആസിഡ് എന്ന് പറയുന്നത് സോപ്പി ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. ഇനി അതിന്റെ മോളിക്കുലാർ സൈസ് എത്ര വരും? 10⁻⁻⁹ മീറ്റർ വരും, അല്ലെങ്കിൽ 1 നാനോമീറ്റർ വരും. അപ്പൊ ഇതിന്റെ മോളിക്കുലാർ സൈസ് കണ്ടുപിടിക്കാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം നമ്മൾ ചെയ്യുന്നത് 1 ml ഒലീക് ആസിഡ് എടുക്കുക. അപ്പൊ 1 ml ഒലീക് ആസിഡ് എടുക്കുക. 1 ml ഒലീക് ആസിഡ് എടുത്തിട്ട് ഒരു 19 ml ആൽക്കഹോൾ അതിനകത്ത് ചേർക്കുക. അപ്പൊ ആൽക്കഹോളിനകത്ത് ഇത് ഡിസോൾവ് ആവും. ഡിസോൾവ് ആയിട്ട് നമുക്കൊരു 20 ml സൊല്യൂഷൻ കിട്ടും. 20 ml സൊല്യൂഷൻ കിട്ടും. ഇതുകൊണ്ടൊന്നുമില്ലല്ലോ. അപ്പോൾ 1 ml ഒലീക് ആസിഡ് എടുക്കുക, 19 ml ആൽക്കഹോളിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ആൽക്കഹോളിനകത്ത് ഒലീക് ആസിഡ് ഡിസോൾവ് ആവും, നമുക്കൊരു 20 ml സൊല്യൂഷൻ കിട്ടി. അപ്പോൾ ഈ 20 ml സൊല്യൂഷനിൽ ഒലീക് ആസിഡ് എത്രയാണ്? 1 ml ആണ്. സോ വാട്ട് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് ഒലീക് ആസിഡ്? പറയൂ, വാട്ട് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് ഒലീക് ആസിഡ്? ഒലീക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ എത്രയെന്ന് പറയൂ? 1 ml in 20 ml അല്ലേ, ഓർ 1/20. ഓക്കെ അല്ലേ? സോ വാട്ട് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് ഒലീക് ആസിഡ്? 1/20. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ 20 ml സൊല്യൂഷനിൽ നിന്ന് 1 ml എടുക്കുക. സി 1 ml പ്രിപ്പയർഡ് സൊല്യൂഷൻ എടുക്കുക. 1 ml പ്രിപ്പയർഡ് സൊല്യൂഷൻ. ഓക്കെ, 1 ml പ്രിപ്പയർഡ് സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്ത് വീണ്ടും 19 ml ആൽക്കഹോൾ ആഡ് ചെയ്യുക. You will get 20 ml new solution. 20 ml new solution. ഓക്കെ, ശ്രദ്ധിച്ച് പറയണം. നമ്മൾ പ്രിപ്പയർ ചെയ്ത 20 ml സൊല്യൂഷനിൽ നിന്ന് 1 ml ഇങ്ങോട്ട് എടുക്കുക. 1 ml എടുക്കുക, അതിനകത്ത് 19 ml ആൽക്കഹോളോട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. 20 ml ന്യൂ സൊല്യൂഷൻ കിട്ടും. ഇനി ബുദ്ധിയുള്ളവൻ ഇപ്പൊ പറയണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത 20 ml നിന്നാണ് 1 ml ഇങ്ങോട്ട് എടുത്തത്. ഈ 1 ml പ്രിപ്പയർഡ് സൊല്യൂഷനകത്ത് ഒലീക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 1/20 ആണ്. അപ്പൊ ആ 1/20 കോൺസെൻട്രേഷൻ ഉള്ള ഒലീക് ആസിഡിനെ ആൽക്കഹോളിന് മിക്സ് ചെയ്ത് 20 ml പുതിയ സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ 20 ml സൊല്യൂഷനിൽ ഒലീക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? അപ്പൊ 1/20 ഓൺ 1/20. മനസ്സിലായില്ല? നോക്കൂ, ഈ 20 ml സൊല്യൂഷനിൽ ഈ സാധനത്തിന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 1/20 ആണ്. ഈ സാധനത്തിനകത്ത് ഒലീക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 1/20 ആണ്. അപ്പോൾ ഈ പ്രിപ്പയർഡ് സൊല്യൂഷനിൽ ഒലീക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ എത്രയെന്ന് ചോദിച്ചാൽ 1/20 ഓഫ് 1/20. മനസ്സിലായില്ല? നോക്കൂ ഒന്നും കൂടെ. ഒലീക് ആസിഡിന്റെ എത്ര ml ആണ് എടുത്തത് നിങ്ങൾ? 1 ml ഒലീക് ആസിഡ് എടുത്തു. 1 ml ഒലീക് ആസിഡ് എടുത്ത് 19 ml ആൽക്കഹോളിൽ മിക്സ് ചെയ്തു, നിങ്ങൾക്ക് 20 ml സൊല്യൂഷൻ ഉണ്ടായി. ഇത്രയും മനസ്സിലായി. ഈ 20 ml സൊല്യൂഷനിൽ 1 ml മാത്രമാണ് ആര്? ഒലീക് ആസിഡ്. അപ്പോൾ വാട്ട് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് ഒലീക് ആസിഡ്? 1 ml in 20 ml. ദാറ്റ് ഈസ് 1/20. ഓക്കെ, ഇനി ഈ സൊല്യൂഷനിൽ നിന്ന് 1 ml ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഈ സൊല്യൂഷന്റെ 1 ml എടുത്തു, അതിനെ 19 ml ആൽക്കഹോൾ മിക്സ് ചെയ്തു, 20 ml ന്യൂ സൊല്യൂഷൻ ഉണ്ടായി. അപ്പൊ ഈ 20 ml ന്യൂ സൊല്യൂഷനിൽ ഈ സാധനം എത്രയുണ്ട്? 1/20 പാർട്ട് ഉണ്ട്. 1/20 ഉണ്ട്, ശരിയല്ലേ? ഇതിനകത്ത് ഒലീക് ആസിഡ് എത്രയുണ്ട്? 1/20 ഉണ്ട്. മനസ്സിലായില്ല? നോക്കൂ, ഈ 1 ml പ്രിപ്പയർഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എത്ര? 1 ml പ്രിപ്പയർഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എത്ര?
ഈ 20 ml 1 ml. അപ്പോൾ 1/20 ആണ്. അപ്പോൾ 1 ml പ്രിപ്പയർഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 1/20. ഇതിനകത്ത് ഒലീക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 1/20. അപ്പൊ അങ്ങനെയാണെങ്കിൽ what is the concentration of oleic acid now? So concentration of oleic acid, പറയൂ, concentration of oleic acid is 1/20 of 1/20 എന്ന് പറഞ്ഞാൽ 1/20 into 1/20. ഓക്കെ, നോ പ്രോബ്ലം, അവിടെ ഇരിക്കട്ടെ. ഇതാണ് നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സൊല്യൂഷന്റെ ഈ സൊല്യൂഷനിൽ ഒലീക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ എത്ര? 1/20 into 1/20. കോൺസെൻട്രേഷൻ വളരെ കുറഞ്ഞില്ലേ? ഓക്കെ, ഇനി ഈ ഒലീക് ആസിഡിനെ ഒരു ബ്യൂററ്റൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ലാബിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്. ബ്യൂററ്റിൽ എന്തിനെങ്കിലും ഒഴിക്കുക, എന്നിട്ട് അതിനെ നമുക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് താഴോട്ട് ഒഴിക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്രഫ് എടുക്കണം, ഒരു പാത്രം എടുക്കുക, ഒരു ട്രഫ് വിത്ത് വാട്ടർ. ഓക്കെ, അതിനകത്ത് ലൈക്കോപോഡിയം പൗഡർ ആഡ് ചെയ്യുക. ഒരു ട്രഫില് ഇതാണ് നമ്മുടെ ട്രഫ് വിത്ത് വാട്ടർ. ഓക്കെ, അതിനകത്ത് ലൈക്കോപോഡിയം പൗഡർ ആഡ് ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പൗഡറാണ്, മോസ് എന്ന് കേട്ടിട്ടുണ്ടോ? മോസ് എന്ന് പറയുന്ന ഒരു സാധനം ബയോളജിയിൽ പഠിച്ചിട്ടില്ലേ? മോസിന്റെ സ്പോർസ് ആണ് ലൈക്കോപോഡിയം എന്ന് പറയുന്നത്. അപ്പൊ ആ പൗഡർ ആദ്യം ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടുക. ഓക്കെ, മന്ത്രവാദം കഴിക്കുന്നില്ലേ? അപ്പൊ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടു. അപ്പൊ ആ ലൈക്കോപോഡിയം പൗഡർ ഈ വാട്ടറിന്റെ സർഫസിൽ ഇങ്ങനെ അവിടെ കിടക്കട്ടെ. ഇനി നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്ത സൊല്യൂഷൻ ഇല്ലേ, പ്രിപ്പയർ ചെയ്ത 20 ml സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ സൊല്യൂഷനകത്ത് ഒലീക് ആസിഡ് വളരെ കുറവാണ്. അതിനെ ബ്യൂററ്റിൽ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ആ ഒലീക് ആസിഡ് ഒരു എണ്ണ പോലെ, നമ്മുടെ ഓയിൽ വെള്ളത്തിൻ്റെ മണ്ടയിൽ പൊങ്ങി കിടക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ഇത് ഇങ്ങനെ ഒരു സർക്കുലാർ ഡിസ്ക് ആയിട്ട് ഇതിൻ്റെ മണ്ടയിൽ പൊങ്ങിക്കിടക്കും. അപ്പം ഈ പൊങ്ങിക്കിടക്കുന്ന സാധനം എന്താണ്? പറ. ഈ പൊങ്ങിക്കിടക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മൾ ഒലീക് ആസിഡാണ്. ഈ പൊങ്ങിക്കിടക്കുന്ന സാധനം എന്താണ്? ഒലീക് ആസിഡാണ്. ഇതൊരു സർക്കുലാർ ഡിസ്ക് പോലെ ഇതുപോലെയാണ്. ഓക്കെ, ഈ സർക്കുലാർ ഡിസ്കിന് ഒരു ചെറിയ കനം കാണും. ഓക്കെ, ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന ഡ്രോപ്പുകളെല്ലാം ഐഡന്റിക്കൽ ആണ്. ഒരു ഡ്രോപ്പിന്റെ വോളിയം V ആണ്. ഒരു ഡ്രോപ്പിന്റെ വോളിയം എത്ര? V. അങ്ങനത്തെ n ഡ്രോപ്സ് ആഡ് ചെയ്തെന്ന് വെച്ചോളൂ. അപ്പൊ ടോട്ടൽ വോളിയം എത്ര ആഡ് ചെയ്തു? NV. അപ്പൊ ഈ സാധനത്തിന്റെ വോളിയം എത്രയാണ്? NV ആണ്. അപ്പൊ ഞാൻ NV ആഡ് ചെയ്തു. ഇതിനകത്തോട്ട് എത്ര ആഡ് ചെയ്തു? NV ആഡ് ചെയ്തു. അതിനകത്ത് ഒലീക് ആസിഡ് മാത്രം എത്ര വരും? ഒലീക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ 1/20 into 1/20 ആണ്. നമ്മൾ NV ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത സൊല്യൂഷനിന്റെ വോളിയമാണ് NV. അതിനകത്ത് ഒലീക് ആസിഡിന്റെ വോളിയം എത്രയാണ്? വോളിയം ഓഫ് ഒലീക് ആസിഡ് എങ്ങനെ കാണും? വോളിയം ഓഫ് ഒലീക് ആസിഡ് കാണാൻ നോക്കൂ. NV വോളിയം അല്ലേ ആഡ് ചെയ്തേ? NV വോളിയം എന്ന് പറയുന്നത് മൊത്തം സൊല്യൂഷനാണ്. അതിനകത്ത് ഒലീക് ആസിഡിന്റെ മാത്രം വോളിയം കാണാൻ അതിന്റെ കോൺസെൻട്രേഷൻ കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1/20 into 1/20. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത ഒലീക് ആസിഡിന്റെ വോളിയം എത്രയാണ്? NV into 1/20 into 1/20. ഇതിനകത്ത് N എന്ന് പറഞ്ഞാൽ എത്ര ഡ്രോപ്സ് ആഡ് ചെയ്തെന്ന്, V എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പിന്റെ വോളിയം. ഓക്കെ, ഇനി ഇതിനെ കണ്ടിട്ട് തോന്നുന്നോ? ഇതൊരു സർക്കുലാർ ഡിസ്ക് അല്ലേ? ഇതിന്റെ വോളിയം കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു സ്കെയിൽ എടുത്തോണ്ട് വരിക. സ്കെയിൽ എടുത്തോണ്ട് വന്നിട്ട് ഇതിന്റെ ഈ ഡയമീറ്റർ നോക്കുക. ഡയമീറ്റർ നോക്കി ഇതിങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കില്ലേ? നമുക്ക് നോക്കാം. അപ്പൊ ഡയമീറ്റർ നോക്കി, അപ്പൊ അതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കാം. ഇനി ഇതിന്റെ വോളിയം കാണാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇതൊരു സർക്കുലാർ ഡിസ്ക് ആണ്, അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ വോളിയം കാണാൻ ഇക്വേഷൻ പറ. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് അല്ലേ? ഇനി അടുത്തത് ഇത് ഒലീക് ആസിഡിന്റെ വോളിയമാണ്, ഇത് ഒലീക് ആസിഡിന്റെ വോളിയമാണ്. അപ്പൊ LHS സെയിം ആണ്. RHS അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യൂ. അപ്പൊ AT ഈസ് ഈക്വൽ ടു NV ഇൻറ്റു പറയൂ NV ഡിവൈഡഡ് ബൈ 20 into 20 എന്നല്ലേ? ഇനി ഇതിനകത്ത് T എങ്ങനെ കാണും? A എടുത്ത് താഴെ വയ്ക്കുക. അപ്പൊ T ഈസ് ഈക്വൽ ടു NV ഡിവൈഡഡ് ബൈ A ഇൻറ്റു 20 into 20. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒലീക് ആസിഡിന്റെ എന്തോന്നാണ്? തിക്നെസ് ആണ്. ഈ ഇരിക്കുന്ന ഒലീക് ആസിഡിന്റെ തിക്നെസ് ആണ്, ഈ ഡിസ്കിന്റെ തിക്നെസ് ആണ്. ഈ ഡിസ്കിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിന്റെ തിക്നെസ് ആണ്. അപ്പൊ ഈ ഡിസ്കിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിന്റെ
thickness ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു മോളിക്യൂളിന്റെ thickness കിട്ടി. അതായത് ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ചത് ഒലീക് ആസിഡിന്റെ മോളിക്കുലാർ സൈസ് ആണ്. കടുത്തുപോയി അല്ലേ? ചെറിയ കടുത്തുപോയി. അപ്പം ഞാൻ സമാധാനമായിട്ട് നമുക്ക് ഓരോ ഇത് പറയാം. നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കണ്ട. ചുമ്മാ ഇടന്ന് ടെൻഷൻ അടിച്ച് ചാവയൊന്നും വേണ്ട. ഒത്തിരിയൊക്കെ ഇതുപോലെയൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു ഹൊറൊക്കെ വേണ്ടേ? അപ്പോൾ നോക്കൂ, നമ്മൾ ആദ്യം ഒലീക് ആസിഡിനെ പറ്റി പറയുക. നോക്കൂ, ഒലീക് ആസിഡിന്റെ അച്ഛൻ്റെ പേരെന്തായിരുന്നു? സൾഫ്യൂരിക് ആസിഡ് ആണോ? അല്ല. നോക്കൂ, അപ്പോൾ ഒലീക് ആസിഡ് നോക്കൂ, ദൈവം ഡയറക്റ്റ് സൃഷ്ടിച്ചതാണ്. സോ ലിസൺ, ഇപ്പോൾ ഒലീക് ആസിഡ് എന്ന് പറയുന്നത് ഒരു സോപ്പി ലിക്വിഡാണ്. ഓക്കെ, ഇനി ഇതിന്റെ മോളിക്കുലാർ സൈസ് എത്ര വരും? 10⁻⁻⁹ മീറ്റർ വരും, അല്ലെങ്കിൽ 1 നാനോമീറ്റർ വരും. നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒലീക് ആസിഡ് മോളിക്യൂളിന്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ ഒലീക് ആസിഡ് മോളിക്യൂളിന്റെ സൈസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ചെയ്യാനുള്ളത് നിങ്ങൾ 1 ml ഒലീക് ആസിഡ് എടുക്കണം. 1 ml ഒലീക് ആസിഡ് എടുക്കണം. നമ്മൾ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ആണ് നമ്മൾ ലാബിൽ സാധാരണ ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയും. സോ ലിസൺ, അതൊക്കെ പോട്ടെ, അതൊന്നും ഇപ്പം മനസ്സിലാക്കിയൊന്നും വേണ്ട. എല്ലാം മാച്ച് കളഞ്ഞു. സിനിമയിൽ പറയുന്ന പോലെ എല്ലാം ഒന്നും മനസ്സിലല്ലോ, എല്ലാം മാച്ച് കളയുക. അപ്പോൾ പറയൂ, ഒലീക് ആസിഡിനെ പറ്റി എന്തറിയാം? ഒലീക് ആസിഡ് ഈസ് എ സോപ്പി ലിക്വിഡ്. ഇറ്റ്സ് മോളിക്കുലാർ സൈസ് ഈസ് 10⁻⁻⁹ മീറ്റർ ഓർ 1 നാനോമീറ്റർ. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഒലീക് ആസിഡിന്റെ 1 ml എടുക്കണം. മില്ലി ലിറ്ററിനെ ആണ് നിങ്ങളുടെ നോട്ടിൽ സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതിക്കുന്നത്. പേടിച്ചു പോരുതേ. മില്ലി ലിറ്ററിന്റെ വേറൊരു പേരാണ് സെന്റിമീറ്റർ ക്യൂബ്. അതിനെ തന്നെ CC എന്ന് പറയും. എന്താണ് CC എന്ന് പറഞ്ഞാൽ? ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ ഇതെല്ലാം ഒരേ സാധനമാണ്. മില്ലി ലിറ്ററിന്റെ വേറൊരു പേരാണ് CC, അതിന്റെ തന്നെ വേറൊരു പേരാണ് സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ ഇതെല്ലാം ഒന്നാണെന്നുള്ള ബോധം വേണം. സോലിസൺ, അപ്പൊ മനുഷ്യന് മനസ്സിലാവുന്ന ഫോമിൽ ഞാൻ പറയാം. ഒലീക് ആസിഡ് ഈസ് എ സോപ്പി ലിക്വിഡ്. Its molecular size is about 10⁻⁻�9 meter or 1 nanometer. We are going to determine its molecular diameter. So that is, we are going to determine its molecular size. Okay. So first you take some alcohol. So usually one isopropyl alcohol is used. See, 1 ml oleic acid I am taking, then adding 19 ml isopropyl alcohol. So oleic acid will dissolve in alcohol. We will get a 20 ml solution. Any doubt? Then in this 20 ml solution there will be 1 ml oleic acid. Am I right? See, what is the concentration of oleic acid in this solution? So 1 ml in 20 ml. Okay, so that is 1/20. Got it? Then from this prepared solution, from this 20 ml solution, I am taking 1 ml only. Okay, so I am taking 1 ml. Okay, then what will say? I am taking 1 ml. What is the concentration of oleic acid in it? From 20 ml I am taking 1 ml. So what is the concentration of this? Concentration of oleic acid 1 ml from 20 ml. So 1 on 20. Okay, then say 1 ml solution of this is taken. Then I am adding what? 19 ml alcohol. Then I am getting again 20 ml new solution. In this new solution, see, there will be 1 ml prepared solution. Then 1 ml prepared solution means 1/20 concentration oleic acid. Once again, see, this 20 ml new solution contains 1 ml prepared solution. Then this 1 ml prepared solution contains 1/20 concentration oleic acid. Then what is the concentration of oleic acid in this prepared solution? 1/20 already there. Then 1/20 of 1/20. So 1/20 of 1/20, it is 1/20 into 1/20. So concentration of oleic acid is now very, very small. Now say from this solution contains oleic acid plus alcohol. See, you take this in a burette. Okay, then you can open the tap there. See, drop by drop the liquid will come out. So oleum of 1 drop, all drops identical. So oleum of 1 drop V you consider. Then this is a trough containing water. Add lycopodium powder to it. Powder will float over water. Then
add the prepared solution, drop by drop to it. Then oleic acid will float over water like oil spreading over water. Then as powder is present here, you can see it clearly. You can see it clearly. നന്നായിട്ട് കാണാൻ വേണ്ടിയാണ് ഇതിനെ ഇങ്ങനെ ലൈക്കോപോഡിയം പൗഡർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചത്. ഇനി അപ്പോൾ ഇങ്ങനെ what is this? This is oleic acid. Oleic acid forms a circular disc shape. Okay. What is the concentration of oleic acid? 1/20 into 1/20. What is the volume of one drop? V. How many drops you are adding? N drops. So what is the total volume of liquid added? NV. Okay. Then what is the concentration of oleic acid? 1/20 into 1/20. So what is the volume of oleic acid added? NV into 1/20 into 1/20. So volume of oleic acid added is NV into 1/20 into 1/20. Got it? Then what is another formula for calculating volume of this disc? Base area into height. So base area into height is thickness. Then this is diameter. It can be measured using a scale. Half of it is radius. Then what will be base area? Base area is pi r square. Am I right? So radius, you know, you can calculate pi r square. Then so volume is equal to AT. So volume of oleic acid, you know, volume of oleic acid, you know, LHS same. So RHS equated. From that you are calculating T. So what is the T value obtained? NV divided by A into 20 into 20. Okay. The thickness obtained will be molecular size of oleic acid. So once again I will explain. Oleic acid ini parayilla ട്ടോ. So oleic acid is a soapy liquid. Its molecular size is 10 raised about 10 raised to minus 9 meter or 1 nanometer. Then take 1 ml oleic acid, dissolve it in alcohol to prepare a 20 ml solution. എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റുഡ് ആണ് ഇത്രയാണ് ആൽക്കഹോൾ എടുത്തത്. എന്താണ്? Take 1 ml oleic acid, dissolve it in alcohol to prepare a 20 ml solution. In this solution, the concentration of oleic acid will be 1/20. Then from this solution, take 1 ml, then dissolve it in alcohol and prepare a 20 ml new solution. Then in this solution, what is the concentration of oleic acid? 1/20 into 1/20. Okay. Then fill this in burette or like that. Then take some water in a trough, add lycopodium powder to it. Lycopodium powder will float over water. Then add the prepared liquid drop by drop into water. Then volume of one drop is taken as V. Suppose we have added n drops. The volume of liquid added is NV. Then the volume of oleic acid added will be NV into 1/20 into 1/20. This oleic acid will float over water. It forms a circular disc shape. Its diameter can be measured using a meter scale. Radius can be calculated. Then volume of the disc can be calculated as base area into thickness. Then LHS same, RHS equated, calculated T. T will be the thickness of oleic acid disc. It will be equal to molecular size of oleic acid.